بسم الله الرحمن الرحيم. وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم ولمن صبر وغفر إن ذلك لمن عزم الأمور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1695 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 40 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم ولمن صبر وغفر إن ذلك لمن عزم الأمور. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 40 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അല്ലാഹു മക്കയിലെ ആ ഘട്ടത്തിൽ വിശേഷിച്ച് സത്യവിശ്വാസ മാർഗം അവലംബിച്ച ആളുകൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആ ഘട്ടത്തിൽ ആത്മാഭിമാനം കൈവെടിയാതെ ചെറുത്തുനിൽപ്പിനും സ്വയം പ്രതിരോധത്തിനുമൊക്കെ സന്നദ്ധമാവുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ടാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നതായി നമ്മൾ കാണുകയുണ്ടായത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം മക്കയിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ആദ്യഘട്ടത്തിലാണ്, അല്ലെങ്കിൽ വെല്ലുവിളികളും എതിർപ്പും ഒക്കെ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമിക സമൂഹം വളരെ ദുർബലമായ, വളരെ ചെറിയ ഒരു സംഘം മാത്രമായിരുന്ന ആ ഘട്ടത്തിലാണ് ആത്മപ്രതിരോധത്തിനു വേണ്ടിയുള്ള ഈ കാര്യം അല്ലാഹു പ്രത്യേകമായിട്ട് അവരോട് പറയുന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു ജനസമൂഹം ആയി നിൽക്കുമ്പോൾ പോലും ചെറുത്തുനിൽപ്പിന്, പ്രതിരോധത്തിന്, ആത്മസംരക്ഷണത്തിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ യാതൊരു പിൻബലവും കാണാൻ സാധിക്കുകയില്ല. വളരെ ദുർബലരായ, വളരെ ചെറിയൊരു സംഘമായിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ പീഡനത്തിനും അക്രമത്തിനും ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ആത്മാഭിമാനത്തോടുകൂടി ശക്തി സംഭരിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗയ്യു ഹും യന്തസിറൂൻ എന്നാണ്.
ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണത്തിനിരയാവുകയാണെങ്കിൽ, ആരെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും തങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ തങ്ങൾക്കെതിരിൽ അക്രമം അഴിച്ചു വിടുകയാണെങ്കിൽ അവര് അതിശക്തമായിട്ട് പ്രതിരോധം തീർക്കും, അവരതിനെ നേരിടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗയ്യു ഹും യന്തസിറൂൻ. അവരങ്ങനെ കേവലം ഇരകളായി കൊടുക്കുന്ന പാവത്തന്മാരായിട്ട് നിലകൊള്ളുകയില്ല. മറിച്ച് അക്രമം ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടായാൽ, അക്രമത്തിനിരയാവുകയാണെങ്കിൽ അവര് ശക്തിയുക്തം ചെറുക്കും, പ്രതിരോധിക്കും എന്നാണ് ഇവിടെ വിശ്വാസികളുടെ ശ്രദ്ധേയമായ ഗുണമായിട്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ആത്മപ്രതിരോധത്തിനും ചെറുത്തുനിൽപ്പിനും സന്നദ്ധരാവാത്തൊരു സമൂഹത്തിന് യഥാർത്ഥത്തിൽ അവരുടെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കുക എന്നത്, അതിജീവിക്കുക എന്നത് അവർക്ക് അർഹതപ്പെടാത്തൊരു കാര്യമായിട്ട് മാറും. ഏത് സമൂഹത്തിന്റെ, അതിനി മനുഷ്യരുടെ തന്നെ കാര്യത്തിലാവണമെന്നില്ല, ഏത് ജീവജാലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സ്വയം പ്രതിരോധം എന്നത് ഓരോരുത്തരും നിർവഹിക്കേണ്ട, ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ശ്രദ്ധാപൂർവം ഉണ്ടാകേണ്ട ഒരു നടപടിയാണ് സ്വയം പ്രതിരോധം. സ്വയം പ്രതിരോധം ചെയ്യാൻ ആത്മപ്രതിരോധത്തിന് സന്നദ്ധരാവാതെ നിലകൊള്ളുന്ന ആളുകൾ അവര് പല നിലക്കുള്ള മാനഹാനിക്ക് ഇരയാവുകയാണ് ഉണ്ടാവുക, അപമാനിതരാവുകയാണ് ഉണ്ടാവുക, നിന്ദ്യരാവുകയും അതുപോലെ ചവിട്ടി തേക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും അവരുടെ കാര്യത്തിൽ. അപ്പൊ വിശ്വാസികളുടെ പല ഗുണങ്ങളും ഇവിടെ പറഞ്ഞ കൂട്ടത്തില് അള്ളാഹു അവരെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ അള്ളാഹുൽ തവക്കൽ ചെയ്യുന്നവരാണ് എന്ന് സൂചിപ്പിച്ചു. അതുപോലെ മഹാപാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്, മ്ലേച്ഛവൃത്തികളോട് അടുക്കാതിരിക്കുന്നവരാണ്. അതുപോലെ കോപവും ക്ഷോഭവും ഒക്കെ ഉണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് കാര്യങ്ങളെ വളരെ സൗമ്യമായി പരിഹരിക്കുന്നവരാണ്. അതുപോലെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരും നമസ്കാരം നിർവഹിക്കുന്നവരും അത് ഒരു സാമൂഹ്യ നടപടിക്രമമായി നിലനിർത്തുന്നവരും, കാര്യങ്ങളൊക്കെ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് മാത്രം തീരുമാനിക്കുന്നവരും, അള്ളാഹു നൽകിയ സമ്പത്തും ധനവും ഒക്കെ ഏറ്റവും ഉചിതമായ വിധത്തിൽ ചെലവഴിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് വിശ്വാസികളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗയ്യു, അവരെ വല്ല ബഗയും വല്ല അതിക്രമവും അവരെ ഏശുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് വല്ല അതിക്രമത്തിനും ഇരയാവുകയാണെങ്കിൽ, ഹും യന്തസിറൂൻ, അവര് വളരെ ശക്തമായിട്ട് തന്നെ ചേർത്ത് നിൽക്കും, അതിനെ പ്രതിരോധിക്കും എന്നാണ് ഇവിടെ പറയുകയുണ്ടായത്. ഈ പറഞ്ഞ ഹും യന്തസിറൂൻ എന്ന് പറഞ്ഞ ഈ കാര്യത്തിനുള്ള വിശദീകരണമാണ് യഥാർത്ഥത്തിൽ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു പങ്കുവെക്കുന്നത്. അത് തൊട്ടു മുകളിൽ നമ്മൾ പഠന വിധേയമാക്കിയ 39-ാമത്തെ ആയത്തിന്റെ ആശയപരമായ തുടർച്ചയാണ്, വിശദീകരണവും ഒക്കെയാണ്. അപ്പോ അക്രമത്തിനിരയായാൽ അങ്ങനെ എന്നാ പിന്നെ ഞങ്ങളെ അവര് കൊന്നു തീർത്തോട്ടെ എന്ന നിലക്ക് കയ്യും കെട്ടി കഴുത്ത് നീട്ടിക്കൊടുത്ത് നോക്കി നിൽക്കുന്നവരാവുകയില്ല. മറിച്ച് ആത്മസംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രതിരോധം തീർക്കുന്നവരാവും, സാധിക്കുന്ന ഏത് വിധത്തിലും. ഒരുപക്ഷെ കേരളത്തിലെ പോലെയുള്ള മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന കാര്യം പോലും ഓർക്കുന്നില്ല എന്നതാണ് വസ്തുത. ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിജീവനത്തിനുള്ള, അതെത്ര ദുർബലരായ ഒരു സംഘമാണെങ്കിലും അതിജീവനത്തിനുള്ള അവകാശവും അർഹതയും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. മക്കയിലെ ഏറ്റവും തുടക്കകാലത്ത് പോലും ചെറുത്തുനിൽപ്പിന്റെ കാര്യം, ആത്മപ്രതിരോധം എന്ന നിലക്കുള്ള ചെറുത്തുനിൽപ്പും അതുപോലെയുള്ള നടപടികളും ഒക്കെ സത്യവിശ്വാസികളുടെ
എണ്ണിപ്പറയാവുന്ന ഗുണങ്ങളുടെ ഭാഗമായിട്ട് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ വേണം. എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുകയും വേണ്ടതുണ്ട്. കാരണം അത് മനുഷ്യന്റെ മാത്രമല്ല, ജീവജാലങ്ങളുടെ പോലും വളരെ മൗലികമായ അവകാശവും പ്രകൃതവും ഒക്കെയാണ്. ആക്രമിക്കപ്പെടുകയാണെങ്കിൽ പ്രതിരോധിക്കുക, ചെറുത്ത് നിൽക്കുക, അക്രമത്തിന് തിരിച്ചടി നൽകുക എന്നത് അത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിന്റെ പോലും അതിജീവനത്തിനുള്ള അർഹത തെളിയിക്കുന്ന ഒരു കാര്യമാണ്. തുടർന്ന് അള്ളാഹു എങ്ങനെയാണ് ഈ പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത്, അതിന്റെ പിന്തുടരപ്പെടേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ സംക്ഷിപ്തമായിട്ടും വളരെ ആകർഷകമായ വിധത്തിലും വിവരിക്കുകയാണ്. തുടർന്ന് ജസാഉ സയ്യിഅത്തിൻ, ഒരു തിന്മ ഉണ്ടായാൽ, തിന്മ നേരിടേണ്ടി വന്നാൽ അതിനുള്ള പ്രതിഫലമായിട്ട് എന്താണ് അവർക്ക് നൽകപ്പെടേണ്ടത്? ജസാഉ സയ്യിഅത്തിൻ, ഈ സയ്യിഅത്ത് എന്ന് പറയുന്ന ഒരു അക്രമം ഉണ്ടായി എന്ന് വെച്ചാൽ അതിനുള്ള പ്രതിഫലമായിട്ട്, പ്രതികാരമായിട്ട് എന്ത് നൽകണം? സയ്യിഅത്തും മിസ്ലുഹ, അതേ അളവിലുള്ള തിരിച്ചടി കൊടുക്കണം. ഇതാണ് പരോക്ഷമായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരു തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ തിന്മയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഒരാളെ ദ്രോഹിച്ചാൽ ഒരുപാട് പേരെ ദ്രോഹിക്കുക എന്നുള്ളതല്ല, ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു അളവിലെങ്കിലും തിരിച്ചടി കൊടുക്കണം. അപ്പോഴേ അതിജീവനത്തിനുള്ള കരുത്ത് നിലനിൽക്കുകയുള്ളൂ, അതുപോലെ തന്നെ അർഹതയും ഉണ്ടാവുള്ളൂ. ഇതാണ് നൽകപ്പെടുന്ന സൂചന. ഒരു സയ്യിഅത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതുപോലെ ഒരു സയ്യിഅത്ത് അത് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. അതിനുള്ള സന്നദ്ധത കാണിക്കുമ്പോഴാണ് ഈ അക്രമത്തിന് ഇരയായ ആളുകൾക്ക് അതിജീവനത്തിനുള്ള അവസ്ഥ സാധ്യമാവുക. അത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കിയെന്ന് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പോ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, ഇവിടെ അടങ്ങിയിട്ടുള്ള വലിയൊരു തത്വം, ഏത് വിധത്തിലുള്ള അക്രമത്തിനാണ് നമ്മൾ ഇരയാവുന്നതെങ്കിലും അതിന് തിരിച്ചടി കൊടുക്കുമ്പോൾ അത്രയൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ അതിക്രമം ചെയ്യുന്നവരാകാൻ പാടില്ല. ഇതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. മിതത്വം അതില് ഏത് വിധത്തിലുള്ള അക്രമത്തിനാണോ ഇരയായിട്ടുള്ളത് അതേ അളവിലും അതേ വിധത്തിലും ഒക്കെയുള്ള ഒരു തിരിച്ചടി കൊടുത്താൽ മതി. അതാണ് പ്രതിരോധം. അങ്ങനെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തുമ്പോഴാണ് കേവലം ഏകപക്ഷീയമായിട്ട് ഇരയാക്കപ്പെടുക എന്നൊരവസ്ഥ ഇല്ലാണ്ടാവുക. അത് ചില വെല്ലുവിളികളൊക്കെ നിറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഡിപ്പെൻസ്, ഓരോ സാഹചര്യവും ഓരോ സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിലെ അവസ്ഥകളൊക്കെ പോലെ ഉണ്ടാകും. ഭരണവും നിയമവും സംവിധാനങ്ങളൊക്കെ പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഒരിടത്ത് തന്നെ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടുത്തെ ആളുകള് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നുവെങ്കിൽ അക്രമം ചെയ്ത ആളുകൾ ഏത് രീതിയിലാണോ ആ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അതേ ന്യായം തന്നെ ആക്രമിക്കപ്പെട്ടവന് ചെറുത്തുനിൽപ്പ് നടത്താനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള ന്യായമായിട്ട് മതിയാകും. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അത് നിയമം കാറ്റിൽ പറത്താൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമോ അങ്ങനെയുള്ള സംഗതിയൊന്നുമല്ല. നിയമം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും പാലിക്കുകയും എല്ലാവരും മാനിക്കുകയും ചെയ്യുമ്പോഴാണ് നിയമമായിട്ട് നിലനിൽക്കുക. ഒരു കൂട്ടർ അത് കാറ്റിൽ പറത്താൻ നിൽക്കുകയും മറ്റുള്ളവര് അതിന്റെ ഇരകളാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ അരാജകത്വമാണ് ഉണ്ടാവുക, നിയമമല്ല. നിയമവാഴ്ച ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. അപ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം വലമനിൻ തുറന്നു പറയുന്നത് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, ഏതെങ്കിലും വിധത്തിലുള്ള തിന്മ ഒരാൾ അനുഭവിക്കേണ്ടി വന്നു, ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ അയാൾ പ്രതിഫലമായിട്ട് നൽകേണ്ടത് അതേ അളവിലുള്ള ഒരു തിരിച്ചടിയാണ്, അതേ അളവിലുള്ള ഒരു തിന്മയാണ്.
ഇവിടെ ഇത് പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് സയ്യിഅത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ തൊട്ടു മുമ്പിലുള്ള വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ എന്ന് പറഞ്ഞല്ലോ. ആ ആയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള ആയത്ത് വായിക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ അർത്ഥ സൂചന വ്യക്തമാവുക. അല്ലെങ്കിൽ അത് പൊതുവായ ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് തോന്നും. തിന്മക്കുള്ള പ്രതിഫലം തിന്മ മാത്രമാണ് എന്നുള്ളത് എല്ലായിടത്തും അങ്ങനെയല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനൊക്കെ ഖുർആൻ പറഞ്ഞത് ധാരാളം കാണാം. പക്ഷെ ഇവിടെ പറയുന്നത് പ്രതിരോധത്തെ കുറിച്ചാണ്. ആത്മപ്രതിരോധം എന്നുള്ളത് ഒരിക്കലും തന്നെ കൈവിട്ടു പോകുന്ന ഒരു സംഗതിയാകാൻ പാടില്ല. നമ്മളോടൊരു അക്രമം ആരെങ്കിലും ചെയ്തു എന്നതിനാൽ തിരിച്ചടിക്കുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ അത് എത്രത്തോളമുള്ള അക്രമമാണ് ഉണ്ടായത് അത്രത്തോളം ഒക്കെ മാത്രമേ അതിന് തിരിച്ചടി ആലോചിക്കാനും ആസൂത്രണം ചെയ്യാനും പാടുള്ളൂ. അതിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ഒരു കലാപമാക്കി മാറ്റുന്ന വലിയ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അക്രമത്തിന് ആ അളവിലുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ പ്രതിരോധ നടപടിയാണ് വേണ്ടത്. ഇപ്പൊ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, ഇത് ആരും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു തത്വമാണ്. ഒരു അക്രമത്തിനിരയായാൽ ആ അക്രമത്തിന്റെ അളവനുസരിച്ച് തോതനുസരിച്ചാണ് തിരിച്ചടി നൽകേണ്ടത്. ഒരു സംഘത്തിൽപ്പെട്ട ഒരാളെ വകവരുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് തിരിച്ചടി നടത്തുമ്പോൾ അത്രക്കേ പരമാവധി പാടുള്ളൂ. അതിൽ കൂടുതൽ കൈവിട്ടു പോകുന്ന വിധത്തിലുള്ള അക്രമപരമായ ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ല. ഫമൻ അഫ, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ വ അസ്ലഹ, സംസ്കരണത്തിന് സന്നദ്ധരാകുന്നുവെങ്കിൽ ഫ അജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അള്ളാഹുവിങ്കലാണ്. തീർച്ചയായിട്ടും അത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്യലും അതുപോലെ സംസ്കരണത്തിനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടലും. ഇവിടെ അക്രമത്തിനിരയാകുമ്പോൾ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യും, എങ്ങനെ സംസ്കരണം നേടും എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അക്രമത്തിനിരയാകുമ്പോൾ സഹനവും ക്ഷമയും കാണിക്കുക എന്നത് വളരെ വലിയ മനക്കരുത്ത് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അത് അക്രമിയായിക്കൊണ്ട് തന്നെ തുടരുമ്പോ അതിലൊരു വിട്ടുവീഴ്ചയില്ല, അങ്ങനെ ഒരു സാധ്യത ഇല്ല. മറിച്ച് അക്രമം അവസാനിപ്പിച്ച് അതില് ക്ഷമാപണ സ്വരമുള്ളവരായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചക്കൊക്കെ ആലോചന പറ്റും. തിരിച്ചടി നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ കൂടുതലായുള്ള അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നിലപാട്, ബാക്കിയുള്ളത് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കുന്ന ഒരു രീതി, അത് ആത്മസംസ്കരണത്തിന് കൂടി ഉപകരിക്കുന്ന, എന്ന് പറഞ്ഞാൽ വലിയ വൈമനസ്യത്തോടു കൂടിയും മനസ്സിനെ അടക്കി നിർത്തിയും ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യേണ്ടി വരിക. അങ്ങനെ ചെയ്യുമ്പോൾ അതില് ഒരു ഇസ്ലാഹുണ്ട്, ഒരു ആത്മസംസ്കരണം ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നേടാനുണ്ട്. അപ്പൊ ആ ആത്മസംസ്കരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി വിട്ടുവീഴ്ച ചെയ്യുക എന്ന ഒരു നടപടി തീർച്ചയായിട്ടും പ്രതിഫലാർഹമായൊരു കാര്യം തന്നെയാണ്. ഒരാള് ഒരു മനുഷ്യനെ ഇരയാക്കി അടിച്ചൊതുക്കി തല്ലിച്ചതച്ചു അവശമാക്കി നോക്കുക, അങ്ങനെ ഒരു അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരാളുടെ കാര്യത്തിൽ. എന്നെ തല്ലിയവനെ, എന്നെ ദ്രോഹിച്ചവനെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എന്ന് ആ ഘട്ടത്തിൽ അയാൾ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അയാള് തല്ലിച്ചതച്ച് അവശമാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ അയാള് തോറ്റു പത്തിമടക്കി എല്ലാ നിലക്കും പരാജിതനായ ഒരു അവസ്ഥയാണല്ലോ. അവിടെ എന്ത് വിട്ടുവീഴ്ചയാണുള്ളത്? അവിടെ തോൽവിയാണ്. അതിന് പറയുന്ന പേര് തോൽവി എന്നാണ്. ഒരാൾ തോറ്റു പരാജിതനായി എന്നാണ് അതിന് പറയാം. അഫ്വു ചെയ്യുക എന്ന് പറയുന്ന, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ കഴിയുന്ന വിധത്തില് തലയെടുപ്പോടുകൂടി നമുക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുകയാണ്. നമ്മളെ ദ്രോഹിച്ച ആളെ നമുക്ക്
തിരിച്ചടിക്കാനും അയാൾക്ക് അയാളുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാനും ഒക്കെ കഴിയുന്ന ഒരു പ്രാപ്തിയും കരുത്തും ഒക്കെ ഉണ്ട്, മറ്റവൻ തോറ്റു കിടക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് തുടർന്ന് ദ്രോഹിക്കാനൊന്നും കഴിയില്ല എന്നുള്ള വിധത്തില് അയാൾ പല നിലക്കും അയാളുടെ ശേഷി ക്ഷയിച്ചു പോയിട്ടുണ്ട് എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അതേസമയത്ത് വിട്ടുവീഴ്ച ചെയ്ത ആളും തോറ്റു കിടക്കുന്ന ആളും ഒന്ന് തന്നെയാണെങ്കിൽ അവിടെ അതിന് വിട്ടുവീഴ്ച എന്നല്ല പറയാ, തോറ്റു കൊടുക്കുകയെന്നോ അല്ലെങ്കിൽ തോറ്റ് പത്തി മടക്കുക എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെയുള്ള പലതും തെറ്റായി വായിച്ച് വിശദീകരിച്ച് അവരെ വഴിതെറ്റിക്കുന്ന കാണാൻ കഴിയും. അത് ശരിയായ നിലയ്ക്ക് തന്നെയാണ് വായിക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ടത്. ഫമൻ അഫാ വഅസ്ലഹ, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു അതുപോലെ ആ സംസ്കരണത്തിനുള്ള ഒരു അവസരമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തിയെങ്കിൽ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെയും അതിലൂടെ സഹനം അവലംബിച്ചതിലൂടെയുള്ള ആത്മസംസ്കരണം നേടുന്ന ഒരു കാര്യവും ഒക്കെയാണ് ഒരാള് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഫഅജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ ഉറച്ചു കഴിഞ്ഞു. ആ വിധത്തിലാണ് അതുള്ളത്. പക്ഷെ അതൊരിക്കലും തന്നെ ഒരു തോറ്റുകിടക്കുന്നവന്റെ അല്ലെങ്കിൽ എല്ലാ നിലക്കും അവശനാക്കപ്പെട്ട ഒരാളുടെ ആ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ തോറ്റുകിടക്കുന്ന അവസ്ഥയിലുള്ള നിവൃത്തിയില്ലായ്കയുടെ പേരല്ല അത്. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നിവൃത്തിയില്ലായ്കയുടെ പേരല്ല, അത് മനസ്സിലാക്കേണ്ടത്. പലരും തെറ്റിദ്ധരിച്ചു വെച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതോ ആയ ഒരു കാര്യമാണ്. നിവൃത്തിയില്ലാണ്ടായിരിക്കുമ്പോഴാ ഞാൻ വിട്ടുവീഴ്ച ചെയ്തതെന്ന് അത് പറയാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഒരു അർദ്ധമൃതാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴേ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറയുന്ന ഒരു രീതി, അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് തോൽവിയാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഫമൻ അഫ വഅസ്ലഹ, ആരെങ്കിലും അഫു ചെയ്യുന്നു അതുപോലെ ആത്മസംസ്കരണത്തിനുള്ള സ്വന്തം പിഴവുകളെ തിരുത്താനും കരുത്ത് നേടാനും ഒക്കെയുള്ള, അസ്ലഹ എന്ന് പറഞ്ഞ റിപ്പയർ ചെയ്യാന്നും കൂടി അർത്ഥമുണ്ട്. കേടുപാടുകൾ തീർത്ത് കരുത്ത് നേടലാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. മനസ്സിനേറ്റ കേടുപാടുകളും ശരീരത്തിനേറ്റ കേടുപാടുകളും ഒക്കെ റിപ്പയർ ചെയ്ത് ശരിയാക്കി കരുത്ത് നേടുന്നതിന് അസ്ലഹ എന്ന് പറയാം. അപ്പോ ആരെങ്കിലും അഫു ചെയ്യുകയും ഇസ്ലാഹ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, തീർച്ചയായിട്ടും അതിക്രമകാരികൾ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് ആദ്യമായിട്ട് അതിക്രമത്തിന് തുടക്കം ഇട്ടുകൊണ്ട് ഇപ്പൊ ട്രംപ് ഒക്കെ ചെയ്ത പോലെ, ട്രംപ് ഇറാനിൽ ചെയ്ത പോലെയുള്ള അങ്ങനെയുള്ള അതിക്രമം ചെയ്യുന്ന ലാലിമുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇനി തിരിച്ചടിക്കാൻ, പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ പ്രതികാരമെടുക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകള് യാതൊരു അതിരും പരിധിയും നിയന്ത്രണവും ഇല്ലാതെ അത് വളരെ അക്രമപരമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതും ദുൽമ തന്നെയാണ്. അത് അള്ളാഹു അനുവദിച്ചിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. സയ്യിഅത്തും മിസ്ലുഹ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം കടുപ്പമുള്ള ആഘാതമാണോ ഏറ്റുവാങ്ങേണ്ടി വന്നത് അത്രത്തോളം ഒക്കെ തിരിച്ചടിക്കാം. അതിന്റെ മൂല്യം കണക്കാക്കിക്കൊണ്ട് അതിന്റെ വ്യാപ്തിയും വലിപ്പവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് അങ്ങനെ പ്രതിരോധം നടത്താം, തിരിച്ചടിക്കാം, പ്രതികാരമാവാം. ഇതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിട്ടുവീഴ്ച ചെയ്യുന്നതും അതുപോലെ അതിലൂടെ ഈ അനുഭവത്തിലൂടെ സംസ്കരണം നേടുന്നതും തീർച്ചയായിട്ടും അള്ളാഹു പ്രതിഫലാർഹമായ സംഗതിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും തന്നെ വിട്ടുവീഴ്ചയെ തോൽവിയായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു കിതാബിലും കാണാൻ കഴിയുകയില്ല. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ തോൽവിയാണ്, അല്ലെങ്കിൽ തോറ്റു കിടക്കുമ്പോൾ ഒക്കെ കാണിക്കുന്ന നിവൃത്തിയില്ലായ്കയൊക്കെയാണ് വിട്ടുവീഴ്ച എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ഒരു പക്ഷെ ബോധപൂർവമായിട്ട് ചില താല്പര്യങ്ങളുടെ ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. ഫമൻ അഫ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, നിശ്ചയമായിട്ടും അല്ലാഹു ളാലിമുകളെ, അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും തന്നെ സത്യവിശ്വാസികൾ ചെറുത്തുനിൽപ്പ് നടത്തുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നതും ഒന്നും തന്നെ ഒരാളോടും ദ്രോഹം ചെയ്യാൻ വേണ്ടിയല്ല, നീതി നടപ്പിലാക്കപ്പെടാൻ വേണ്ടിയാണ്.
നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് അത് അനുവദിച്ചിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞല്ലോ, ആരെയെങ്കിലും ഒരു ബഗയ്യ് ബാധിക്കുകയാണെങ്കിൽ, അതുപോലെ യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അള്ളാഹു നടത്തിയത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. ബിഅന്നഹും ളുലിമു, അവര് ഖിതാല്, യുദ്ധത്തിനുള്ള അനുമതി നൽകപ്പെട്ടവരായിരിക്കുന്നു, കാരണം അവര് മർദ്ദിതരായിരിക്കുന്നു, അക്രമത്തിനിരയായിരിക്കുന്നു എന്നാണ് അള്ളാഹു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ അക്രമത്തിനിരയായ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നുണ്ട്. അതുപോലെ ബഗയിന് ഇരയായ ഒരാള്, വ്യക്തിയായാലും സംഘങ്ങളായാലും, അവർക്ക് ആത്മപ്രതിരോധത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാനോ തിരിച്ചടി നൽകാനോ ഒക്കെ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ ചില തത്വങ്ങൾ അതിൽ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ഇവിടെ എത്രത്തോളമാണ് ആ അക്രമം ഉണ്ടായത്, ആ അളവിലൊക്കെ മാത്രമേ തിരിച്ചടി നൽകാൻ പാടുള്ളൂ. ഒന്നതാണ്. രണ്ടാമത്തത്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമ്പോൾ അത് ചെയ്യുകയാണ് വേണ്ടത്. അതില് ഒരു സംസ്കരണം എന്നൊരു ഗുണം നേടാനും ഉണ്ട്. സംസ്കരണം നേടുന്ന ആ ഒരു ഗുണം ഉണ്ടാകുന്ന വിധത്തില് വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഇപ്പോ ചെറുത്തുനിൽപ്പ് നടത്തിയതിന് പ്രതിഫലം എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാരണം അത് പോസിറ്റീവായിട്ട് വലിയ ഊർജം വ്യയം ചെയ്തുകൊണ്ട്, ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അത് വലിയൊരു പ്രയത്നവുമാണ്, പ്രവർത്തനമൊക്കെയാണ്. എന്നാൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് എന്തിനാ പ്രതിഫലം എന്ന് നമ്മൾ ആലോചിച്ചെന്ന് വരും. യഥാർത്ഥത്തിൽ അതിനും വലിയ പ്രതിഫലം അർഹതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് അതിനൊട്ടും മനസ്സില്ലാത്തൊരവസ്ഥയിലായിരിക്കും. അത്രയും വലിയ ളുൽമ ഏറ്റുവാങ്ങിയ ഘട്ടത്തില് ആണ് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക. അപ്പൊ അത് മനസ്സിനെ അങ്ങനെ ഒതുക്കി നിർത്തുക എന്ന വലിയൊരു സ്ട്രഗിൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിനെ അടക്കി നിർത്തുക എന്നൊരു കാര്യം. അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയും അതിലൂടെ ഒരു സംസ്കരണം നേടുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഒരു സംശയവുമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ സംഗതി തന്നെയാണ്. തീർച്ചയായിട്ടും അതിക്രമം ചെയ്യുന്നത് അത് ആര് തന്നെ ആയാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമതായി അതിക്രമത്തിന് തുടക്കമിട്ട ആയാലും ചെറുത്തുനിൽപ്പിന് വേണ്ടി ആയുധമേന്തി രംഗത്ത് വരുന്ന ആളായാലും അത് ളുൽമായി മാറാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നീതിയുടെ തുലാസില് തുല്യമാകുന്നത് വരെ പോവാം, പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്ന അക്രമത്തിന്റെ വഴി തേടുന്ന ഒരു സംഗതിയാകാൻ പാടില്ല എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ആത്മപ്രതിരോധത്തിനുള്ള അനുമതി അത് വ്യക്തികൾക്കും സംഘങ്ങൾക്കും ഒക്കെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ ആദ്യകാലത്ത് തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് തെളിയിക്കുന്നത്. മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷമുള്ള യുദ്ധത്തിന്റെ അനുമതി ഉണ്ടാകുന്നത് വരെ ഒരു ചെറുത്തുനിൽപ്പും പാടില്ല എന്നതായിരുന്നില്ല വ്യവസ്ഥ. ചെറുത്തുനിൽപ്പ് പ്രതിരോധം തീർക്കാൻ വേണ്ടി നിയന്ത്രിതമായ അളവില് അള്ളാഹു നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിന് സന്നദ്ധരാകുന്നത് വിശ്വാസികളുടെ ശ്രദ്ധേയമായ ഒരു ഗുണമായിട്ടാണ് അള്ളാഹു കാണുകയുണ്ടായത്. വലമൻ ഇൻതസറ ബഅദ ളുൽമിഹി. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത 39-ാമത്തെ ആയത്തിലേക്ക് തന്നെ വീണ്ടും പരാമർശം നടത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ആരെങ്കിലും ചെറുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നു ബഅദ ളുൽമിഹി, ഒരു അക്രമത്തിനിരയായതിനു ശേഷം, എങ്കിൽ ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ, അങ്ങനെ ആരെങ്കിലും സ്വന്തം പ്രതിരോധത്തിനായിട്ട് ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ പ്രതികാരമോ ഒക്കെ നടത്തുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്ത് അത് അക്രമത്തിനിരയായതിന്റെ തുടർച്ചയായിട്ട് അതിനുശേഷമാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഒരു കാരണവശാലും ആക്ഷേപിക്കാൻ പാടില്ല. അവര് ആക്ഷേപത്തിന് അർഹരല്ല. ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ, അവർക്കെതിരിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റുകയില്ല, അവര് ഒരു ആക്ഷേപത്തിനും അർഹരുമല്ല. അപ്പോ ആക്രമിക്കപ്പെട്ടു എന്നൊരൊറ്റ കാരണം മതി
ചെറുത്ത് നിൽക്കാൻ, പ്രതിരോധം തീർക്കാൻ, തിരിച്ചടി നൽകാൻ, പ്രതികാരം ചെയ്യാൻ ഒക്കെയുള്ള അർഹത ഉണ്ടാവാൻ. അപ്പോ അങ്ങനെ ആരെങ്കിലും ആത്മപ്രതിരോധപരമായി അല്ലെങ്കിൽ അക്രമത്തിനിരയായതിനെ തുടർന്ന് ചെറുത്ത് നിൽപ്പോ പ്രതിരോധമോ പ്രതികാരമോ നടത്തുന്നുവെങ്കിൽ അയാളെ ആക്ഷേപിക്കാൻ യാതൊരു വകുപ്പുമില്ല. ഇതാണ് അള്ളാഹു കൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഉലൈക മാ അലൈഹിം മിൻ സബീൽ, അങ്ങനെ ചെയ്യുന്നവർക്കെതിരിൽ ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു ആക്ഷേപവും നടത്താൻ യാതൊരു ന്യായവുമില്ല. ഇന്നമ സബീലു, യഥാർത്ഥത്തിൽ ആക്ഷേപാർഹരായത് അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കപ്പെടാൻ അർഹതയുള്ളവര് ആരാണ്? അലല്ലദീന യളിമൂന നാസ, ജനങ്ങളോട് അക്രമം ചെയ്യുന്നവരാണ്. ജനങ്ങളോട് യാതൊരു കാരണവുമില്ലാതെ അന്യായമായി എന്തെങ്കിലും അക്രമം ചെയ്യുന്നു ആരെങ്കിലും എങ്കിൽ അയാളാണ് ആക്ഷേപാർഹൻ. ഇപ്പൊ നമ്മുടെ മധ്യപൗരസ്ത്യ ലോകത്ത് ഇപ്പോ സമീപകാലത്തുണ്ടായ ഏകദേശം ഒരു മാസം പിന്നിട്ട് ആ വിഷയം ഉണ്ടല്ലോ, അതില് രണ്ട് കക്ഷികളുണ്ട്, രണ്ട് പക്ഷമുണ്ട്. തീർച്ചയായിട്ടും അതിൽ ആരാണ് ആക്ഷേപാർഹരായത്? ഒരു കൂട്ടരുടെ മേൽ അക്രമപരമായി വന്ന് ദ്രോഹം അഴിച്ചു വിട്ട ഒരു സാമ്രാജ്യത്വ ശക്തി, ഒരു കാരണവും ഒരു പ്രകോപനവും ഇല്ല, ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ മക്കളെങ്കിലും ചെയ്യാനിടയുണ്ട്, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ മുതുമുത്തച്ഛന്മാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ന്യായങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങളെ കയ്യിൽ ആണവ ശേഷി അല്ലെങ്കിൽ ആണവായുധം ഒന്നും ഇല്ലെങ്കിലും വൈകാതെ തന്നെ നിങ്ങൾ ആണവായുധം ഉണ്ടാക്കിന്ന് വരും, അതുകൊണ്ട് ഇപ്പൊ തന്നെ വെച്ച് താങ്ങി തരികയാണ് എന്ന നിലക്കാണ് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേലും ഇറാന്റെ മേല് കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് ആണ് ജനങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമം ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം. വലമൻ ഇൻതസറ ബഅദ ളുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറയുന്നത് ഇന്നമ സബീലു, നിശ്ചയമായിട്ടും ആക്ഷേപാർഹരായത് അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അവർക്കെതിരിൽ എടുക്കേണ്ടതുള്ളത് ആർക്കെതിരിലാണ്? അലല്ലദീന യളിമൂന നാസ, ജനങ്ങളോട് ദുൽമു ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നവർക്കെതിരിലാണ്. അവർക്കെതിരിലാണ് ആക്ഷേപം ഉന്നയിക്കാൻ വകുപ്പുള്ളത്. അവർക്കെതിരിലാണ് എന്തെങ്കിലും സബീല് തേടാൻ, എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ വകുപ്പുള്ളത്. എന്നിട്ടോ വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഭൂമിയില് അന്യായമായത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചില ആളുകളുടെ കയ്യിൽ പണ്ടെന്നോ ഒരു അരനൂറ്റാണ്ടിലേറെയായിട്ട് ആണവ ആയുധങ്ങളൊക്കെ ഉണ്ട്. വേറെയും പല രാജ്യങ്ങൾ പിന്നെയും ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും പ്രശ്നമല്ല. ലോകത്ത് ആദ്യമായിട്ട് ആണവ ആയുധം മനുഷ്യർക്കെതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ പൈശാചിക നടപടി ചെയ്തത് അമേരിക്കയാണ്. ആ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയാണ് ഇവിടെ ഒരു കൂട്ടർ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അക്രമം അയച്ചുവിടുന്നത്. അപ്പൊ ഇതിൽ എന്ത് ന്യായമാണുള്ളത്? അപ്പോ അള്ളാഹു കൂടെ പറയുന്ന വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടില് ന്യായമല്ലാത്തത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവരുടെ ഒരു ജനങ്ങൾക്കെതിരിൽ ദുൽമ അഴിച്ചുവിടുന്നു, ന്യായമല്ലാത്തത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഹക്കല്ലാത്തത്, സത്യാധിഷ്ഠിതമല്ലാത്തത്, നീതിപൂർവകമല്ലാത്തത്, ന്യായമല്ലാത്തത്, അതാണ് നാട്ടിലുണ്ടാവണം എന്ന് ഇവർ പറയുന്നത്. വ്യക്തമായിട്ടും അമേരിക്കന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ നടപടി ഒരു നിലക്കും ന്യായമല്ലാത്തതാണ് എന്നത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇസ്രായേലും ആണവശേഷി അല്ലെങ്കിൽ ആണവായുധമുള്ള രാജ്യമാണ്, അമേരിക്കയും ആണവായുധമുള്ള രാജ്യമാണ്. രണ്ടു കൂട്ടരും ഇറാൻ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്രമം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന. ഇറാൻ അത് ചെയ്തിട്ടില്ല, അതിനുള്ള ഒരുക്കങ്ങളും ആയിട്ടില്ല. പക്ഷെ ഈ രണ്ട് സാമ്രാജ്യത്വ ശക്തികളും ലോകത്തെ വരപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ന്യായമായിട്ട് ഇറാന്റെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം ഉണ്ടാവലൊക്കെ അനുവദനീയമായ ഒരു സംഗതിയാണ്, ന്യായമാണത്. അവർക്കും അവരുടെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം ഉണ്ടെങ്കിൽ ശത്രുക്കളെ ഭയപ്പെടുത്തി നിർത്താൻ സാധിക്കുമല്ലോ.
അപ്പൊ ന്യായം അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ന്യായമല്ലാത്തൊരു സംഗതി സ്ഥാപിതമായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരിൽ വലിയ അക്രമം അഴിച്ചു വിടുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരാണ് ആക്ഷേപത്തിന് അർഹരായത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഉലൈക ലഹും അദാബുൻ അലീം. അങ്ങനെ ചെയ്യുന്ന ളാലിമുകൾക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത് എന്നും കൂടി അള്ളാഹു പറയുകയാണ്. വലമൻ സ്വബറ വഗഫറ. ഇനി ആരെങ്കിലും സഹനം അവലംബിക്കുന്നു, അതുപോലെ പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കൽ ആവശ്യമാണ്. സഹനം അവലംബിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ച് ചെയ്യാൻ കഴിയണ നേരത്ത് നമ്മൾ കാണിക്കുന്ന ഒരു നിലപാടാണ് സഹനം എന്നത്. അല്ലാതെ ഒന്നിനും കഴിയാതെ തല്ലിച്ചതച്ച് അവശമായി കിടക്കുമ്പോ ഞാൻ സഹിച്ചു എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അത് സഹനമല്ല, സബറല്ല. എന്തെങ്കിലുമൊക്കെ തിരിച്ചടിക്കാൻ കഴിയുന്ന കരുത്തുള്ള സമയത്ത് ചിലപ്പോ അപ്പർ ഹാൻഡായി നിൽക്കുമ്പോ ചില വേദനകളും പ്രയാസവും അനീതിയും അക്രമവും ഒക്കെ കണ്ട് സഹിച്ചു, എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്തു, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സന്നദ്ധായി എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലമൻ സ്വബറ വഗഫറ. ആരെങ്കിലും സഹനം അവലംബിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തുവെങ്കിൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് വലിയ നിശ്ചയദാർഢ്യം ആവശ്യമുള്ള വിഷയങ്ങളിൽപ്പെട്ടതാണ്. എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ല അത്. സഹനം അവലംബിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് നല്ല മനക്കരുത്ത് ആവശ്യമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞ ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അസ്മു എന്ന് പറഞ്ഞ ദൃഢതയുള്ള. അപ്പോ നല്ല നിശ്ചയദാർഢ്യം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടതാണ് ഈ സബർ ചെയ്യലും ഈ അതുപോലെ പുറത്തു കൊടുക്കലും ഒക്കെ. അത് ചെയ്യാനുള്ള കരുത്തും ശക്തിയൊക്കെ ഉള്ള സമയത്ത് കാണിക്കുന്നതാണ് സബറും അതുപോലെ ഈ ഗഫറ എന്ന് പറയുന്ന കാര്യമൊക്കെ. അഫു ചെയ്യലും അതുപോലെ സഹനം അവലംബിക്കലും. വല്ലതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന നേരത്ത് വിട്ടുവീഴ്ച കാണിക്കുക, അത് വലിയൊരു ഉയർച്ചയാണ്. അത് വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്ക് വലിയ മാനസികമായ ഉയർച്ച ഉണ്ടാക്കും. കാരണം നല്ല കരുത്തുള്ളപ്പോഴാണ് അയാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്. അതേപോലെ പ്രതിയോഗിയിലും വലിയ മനസ്സിന്റെ മനംമാറ്റം ഉണ്ടാക്കും. എന്താണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ നശിപ്പിച്ചു കളയാൻ തന്നെ കരുത്തുണ്ടായിരുന്നതാണ്, പക്ഷെ അവര് അത്രത്തോളം അത് ചെയ്തില്ല, എന്നോട് വിട്ടുവീഴ്ച ചെയ്തു എന്നത് അയാൾക്ക് തോന്നും. മറ്റത് അവന് തോന്നലേ അവന് തോറ്റുകിടക്കുകയായിരുന്നുകൊണ്ട് മിണ്ടാൻ പോലും കഴിയാത്ത സമയത്ത് മിണ്ടാതെ ഇരുന്നത് മാത്രമാണ് എന്നേ പ്രതിയോഗി കാണുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. അത് വലിയൊരു നേട്ടാണെന്നൊന്നും പറയുന്നതിന് ഒരർത്ഥവും ഇല്ല. മഹാവിഡ്ഢികൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറയുന്ന ധാരാളം വിഡ്ഢികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ഭയങ്കര സഹനം വലിയ സംഭവമാണ് അവർ ചെയ്തത് എന്നാണ്. ഒരു സംഗതിക്കും ധൈര്യമില്ല, ഒരു സംഗതിക്കും ആർജവും ഇല്ല, കരുത്തും ഇല്ല, ശക്തിയും ഇല്ല, തോറ്റ് പത്തി മടങ്ങി 5 കാശിന് കൊള്ളാതെ കിടക്കുമ്പോ ആണ് ഈ പറയുന്നത് ഓർക്കണം. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ സബർ വളരെ പ്രധാനമാണ്. അതേപോലെ അഫു ചെയ്തു കൊടുക്കലും വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ, തലയെടുപ്പ് കാണിച്ച് ഉയർന്നു നിൽക്കുമ്പോഴാണ്, കരുത്തുള്ളവരായി മാറുമ്പോഴാണ് അതിന് പ്രസക്തിയുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കാതെ വിട്ടുകൂടാ. ഉലൈക ലഹും അദാബ്. തുടർന്ന് ഇവിടെ അള്ളാഹു പറയുന്നത് വലമൻ സ്വബറ വഗഫറ. ക്ഷമ അവലംബിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് വളരെ വലിയ നിശ്ചയദാർഢ്യം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാണ്. വളരെ വലിയ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രതിക്രിയ അല്ലെങ്കിൽ പ്രതികാരം എന്ന കാര്യങ്ങളൊക്കെ ഒരു പേരിന് ഒക്കെ ചെയ്താൽ പോലും ഈ ളാലിമുകൾ ചെയ്ത അക്രമത്തിന്റെ അത് കാരണമായി മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആ വികാരം അത് അത്ര എളുപ്പത്തിൽ അങ്ങ് പോയിക്കൊള്ളുന്നില്ല. അത് പോകണമെങ്കിൽ വലിയ സഹനവും അഫുവും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം കൈവരിച്ചാലേ അത് നമുക്ക് അടക്കി ഒതുക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് വീണ്ടും സമാധാനം
ലോകത്ത് സംജാതമാവുക. മനസ്സിൽ അങ്ങനെ ആളിക്കത്തുന്ന പ്രതികാര വാഞ്ചയുള്ള ഒരു സമയത്ത് അത് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ മനക്കരുത്താണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് വലിയ നിശ്ചയദാർഢ്യം ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. തോറ്റു പത്തി മടക്കി കിടക്കുമ്പോൾ നിവൃത്തിയില്ലായികയിൽ മിണ്ടാതിരിക്കുന്നതിനല്ല ഈ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കരുത്ത് കാണിക്കുകയും തലയെടുപ്പോടുകൂടി നിൽക്കാൻ കഴിയുകയും അതുപോലെ തിരിച്ചടിക്കാൻ വളരെ കരുത്തോടുകൂടി നമ്മൾ മാനസികമായി സന്നദ്ധത ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തില് ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. മക്കയിലെ ആ പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഘട്ടത്തില് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മപ്രതിരോധത്തിന്, അവരുടെ നിലനിൽപ്പിന്, അതിജീവനത്തിന് ഒക്കെ ഏറ്റവും ആവശ്യമായ ഒരു ജീവിത തന്ത്രമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, വ്യക്തമാക്കുന്നത്. അതുപോലെ ഇതില് പാലിക്കപ്പെടേണ്ട തത്വങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആക്ഷേപാർഹരായത് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ? ആരാണോ ജനങ്ങളോട് അക്രമം ചെയ്തിട്ടുള്ളത് അവരാണ് ആക്ഷേപാർഹരായിട്ടുള്ളത്. അക്രമത്തിന് ഇരയായ ഘട്ടത്തില് തിരിച്ചടിക്കാൻ മുതിരുന്നവർ ആക്ഷേപാർഹരല്ല എന്ന് പ്രത്യേകമായിട്ട് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളതും കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.